അതാ പടച്ചവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, അവന്റെ ഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത്, അവൻ തന്ന ഹാർട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ തന്ന കിഡ്നിയല്ലേ വർക്ക് ചെയ്യുന്നത്, അവൻ തന്ന ബ്രെയിനല്ലേ വർക്ക് ചെയ്യുന്നത്, അവൻ തന്ന കരലല്ലേ വർക്ക് ചെയ്യുന്നത്. അവൻ തന്നതല്ലാതെ ഒന്നുമില്ലല്ലോ. ഇന്ന് തന്നെയും വന്ന് പലരും ദുആ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ അനുജന്റെ വീട്ടിൽ ഒരു വിവാഹ വീട്ടിൽ കടന്നു ചെന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നിട്ട് പറഞ്ഞു, ഉമ്മക്ക് സുഖല്ല, ഓ ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണേ, ക്യാൻസർ ആണെന്നാ പറയുന്നത്, പ്രാർത്ഥിക്കണേ, പടച്ച റബ്ബേ ആ പെണ്ണിന് നീ ശിഫ നൽകണേ അല്ലാ, അതുപോലെ ഏത് രോഗമുള്ളവർക്കും നീ ശിഫ നൽകണേ അല്ലാ. എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, കാരണവന്മാരെ, ഉമ്മമാരെ, എല്ലാ സെക്കൻഡിലും നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം, എന്റെ ബ്രെയിന് നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എന്റെ കിഡ്നി നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എന്റെ കരള് നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എന്റെ ഹാർട്ട് നിയന്ത്രിക്കുന്നത് റബ്ബാണ്. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ ശരീരത്തിൽ ഏത് നാഡി നരമ്പുകളാണ് ചലിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ റബ്ബതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്, എന്റെ കഴിവല്ലല്ലോ, എല്ലാ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അങ്ങ് നിർവഹിക്കണം, റബ്ബ് വിരോധിച്ചതങ്ങ് കൈയൊഴിക്കണം. അതല്ലേ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയട്ടെ, സുബ്ഹി ഖളാകാതെ നിസ്കരിക്കണം, 5 നേരവും കൃത്യമായി നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരം ഖളാക്കി കൂടാ. റബ്ബ് തന്ന ബ്രെയിനും റബ്ബ് തന്ന കരലും റബ്ബ് തന്ന കിഡ്നിയും ഹാർട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ റബ്ബല്ലേ അവന്റെ മുമ്പിൽ ഒരു 5 നേരം സുജൂദ് ചെയ്യാൻ, അതേ ആ റബ്ബിനോട് സംഭാഷണം നടത്താൻ അവന്റെ ഹബീബായ നബിയെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊരു സലാം പറയാൻ. അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ നിസ്കാരത്തിന്. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, മറ്റ് നിർബന്ധങ്ങളെല്ലാം കൊടുക്കണം, നിർവഹിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടവരത് കൊടുക്കണം, ഹജ്ജ് ചെയ്യേണ്ടവര് ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കേണ്ടവര് നോമ്പെടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരോട് വലിയ ബഹുമാനം പ്രകടിപ്പിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ഒരിക്കലും ഭാര്യയെ ചീത്ത വിളിച്ചു പോകരുത്. ഒരിക്കലും ഭാര്യയുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാക്കല്ലാതെ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മളെ നാവിൽ നിന്ന് വന്നു പോകരുത്. സ്വന്തം ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കൂല. അതുകൊണ്ട് ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കണം, അതുപോലെ അമ്മാമനെ പരിഗണിക്കണം, ഉമ്മാന്റെ ചേട്ടത്തി അനുജത്തി ബാപ്പന്റെ ചേട്ടൻ അനുജൻ തുടങ്ങിയ കുടുംബങ്ങളെയൊക്കെ നന്നായി പരിഗണിക്കണം. തൊട്ടടുത്ത വീട്ടിൽ മുസ്ലിമോ അമുസ്ലിമോ ആരാണെങ്കിലും നമ്മളെ കൊണ്ടവർക്കൊരു ശല്യമുണ്ടാകരുത്. കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മൾ ഒരിക്കലും അല്ലാഹു തആല നമുക്ക് തേന് തന്നില്ലേ, പാല് തന്നില്ലേ, ചായ തന്നില്ലേ, കാപ്പി തന്നില്ലേ, നൂറുകണക്കിന് ജ്യൂസ് തന്നില്ലേ, ആരോഗ്യത്തിന് ഗുണകരമായതൊക്കെ റബ്ബ് തന്നില്ലേ. ആരോഗ്യത്തിനും മനസ്സിനും അപകടം വരുത്തുന്ന ലഹരി പറ്റില്ലെന്നല്ലേ റബ്ബ് വിരോധിച്ചത്. ആ ലഹരി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിന്റെ മ്ലേച്ഛ വസ്തുക്കളുണ്ടല്ലോ, മാലിന്യമുണ്ടല്ലോ, നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന പിശാച്. ഖുർആനിൽ റബ്ബ് പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന ലക്കും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി കാണണേ.
ആ ശൈത്താൻ നമ്മളെ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാൻ വിളിക്കും, കഞ്ചാവടിക്കാൻ വേണ്ടി വിളിക്കും. നമ്മളതിൽ പോയി പെട്ടുപോകരുതേ. ഇന്നമൽ ഖൈറു ഖംറു വൽ മൈസിറു. അതുപോലെ തന്നെ ചൂതാട്ടമുണ്ടല്ലോ, അത് ലോട്ടറിയാണെങ്കിലും ശരി, ഓൺലൈനിലാണെങ്കിലും ശരി, ഓഫ്ലൈനിലാണെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്, പലരുടെയും പണം കൊടുത്ത് അവസാനം നറുക്കിട്ട് ഒരുത്തൻ എല്ലാവരും കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നു. പച്ച ഹറാമല്ലേ. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അല്ലാഹ് പറയുന്നു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഏത് സമയത്താണോ മലക്കുൽ മൗത്ത് വരുന്നത് ആ സമയത്ത് മരിക്കുകയല്ലാതെ നിർവാഹമില്ല. ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനും ഒരു റഷ്യയുടെ പ്രധാനമന്ത്രിക്കും ലോകത്ത് ഒരു രാജാവിനും അവരായുസ്സെത്തിയാൽ അവിടെ സമയം കിട്ടൂല. പടച്ചവൻ നിശ്ചയിച്ച സമയത്ത് എല്ലാവരും മരിക്കും. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാണ് മുത്തഖിയായ മനുഷ്യൻ, തഖ്വയുള്ള മനുഷ്യൻ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയുള്ളവരുടെ കൂടെയാണ് അല്ലാഹ്, ഈമാനുള്ളവരുടെ കൂടെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവർക്ക് വലിയ സഹായം നൽകുന്നു. ഇതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഅദ് പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ കാലത്ത് മൈക്ക് സെറ്റില്ല. പക്ഷേ അവരവന്റെ വീട്ടിലിരുന്നാലും നാട്ടിന്റെ ഏത് മൂലയിലിരുന്നാലും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഅദ് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വഅദ് കേൾക്കുന്നു. മൈക്ക് വെച്ചിട്ടല്ല, പടച്ചവൻ കൊടുത്ത പവറാണ്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞില്ലേ, കഅബ നിർമ്മിച്ചതിന് ശേഷം അദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ആമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിനെ വിളിച്ചോ. ആ വിളി കേൾപ്പിച്ചതാരാണ്? അല്ലാഹു കേൾപ്പിച്ചതിനാൽ എടക്കാടും കണ്ണൂരും തോട്ടടയുമൊക്കെയുള്ള മനുഷ്യന്മാർ, അതേ അവരുടെ ശരീരം ഇവിടെ വരുന്നതിന്റെ മുമ്പ് 4000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ച വിളി കേട്ട് ഇപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉത്തരം ചെയ്ത് പോകുന്നത് കാണുന്നില്ലേ? കേൾവിക്ക് ഉത്തരം, അതാ ഏത് വാക്കും കേൾപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്ത കറാമത്തായിരുന്നു. അവിടുന്ന് വഅദ് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ളവരും കേൾക്കുന്നു. എത്രയോ കറാമത്തുകൾ ഉണ്ടായ മാനാണ് അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹുവേ, അവിടുത്തെ അനുസ്മരിക്കുന്ന ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം. അല്ലാഹ്, ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണം. അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ്.